ഹലോ അച്ഛാവരെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളുണ്ടല്ലോ ഇന്നലെ എത്തിപ്പെട്ട് ഹിമാചൽ ബോർഡർ കയറിയിട്ട് ബത്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ബത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ നിന്നുവെച്ചാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ പരിചയപ്പെട്ട മലയാളികളുടെ റെസ്റ്റോറൻറ്റിൽ അവർ താമസിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുട്ടൂസനെ ഇപ്പോൾ താഴെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഇറങ്ങാനായിട്ടുള്ള പ്ലാനായിരുന്നു. എഴുന്നേറ്റപ്പോഴേക്കും അത്യാവശ്യം വൈകി. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 12:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എഴുന്നേറ്റാണെങ്കിൽ 11:30 കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ ഇനി ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് നാളെ രാവിലെ തന്നെ നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇനി ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഇറങ്ങി അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ മൂൺ ലൈറ്റ് എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ മല്ലു സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോപ്പർട്ടിയും റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിനി അങ്ങോട്ടേക്കൊക്കെ ആയിരിക്കുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലെ യാത്രയൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയി രാവിലത്തെ കാഴ്ച കണ്ടിട്ട് വരാട്ട് ഇവിടത്തേക്കാണ്. അങ്ങനെ നമ്മൾ നടന്നിപ്പോൾ മൂൺ ലൈറ്റ് എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നലെ ഇവിടെ തന്നെ വളരെ അടിപൊളി തന്നെയായിരുന്നു കേട്ടോ ഇന്നലത്തെ ദിവസങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്നലെ നിന്നതെന്ന് പറഞ്ഞാൽ പ്രശാന്തൻ്റെയൊക്കെ റൂമിലായിരുന്നു. പ്രശാന്തൻ്റെയൊക്കെ പോരുന്നു. അപ്പോൾ പ്രശാന്തൻ്റെ ഇന്നലെ ഭയങ്കര തിരക്കിലായിരുന്നു ഇവിടെ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ശരത്തേട്ടനുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ അടിപൊളി തന്നെ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും നാട്ടിൽ പയ്യന്നൂർ തന്നെയാണ്. ഇപ്പോൾ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ യാത്രയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഓരോ സ്ഥലങ്ങളിൽ എത്തിപ്പെടുന്നത്. അപ്പോൾ എത്തിപ്പെടുന്ന സ്ഥലങ്ങളാണെങ്കിലും അതുപോലെ തന്നെ പരിചയപ്പെടുന്ന ആളുകളാണെങ്കിലും വളരെ നല്ല ആൾക്കാരൊക്കെ തന്നെ ഉണ്ട് നമ്മുടെ യാത്രയിൽ നമ്മൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് പരിപാടി? അങ്ങനെ നമ്മളിത് ഇന്ന് ഞായറാഴ്ചയായിട്ട് ഇവിടെ ഒരു പള്ളി കണ്ടിട്ടോ. അപ്പോൾ പള്ളിയിൽ പോയിട്ട് ഇപ്പോൾ കുട്ടൂസിനെ എയറൊക്കെ പോയിട്ടിരിക്കണേന്ന്. അപ്പോൾ എയറൊക്കെ അടിച്ചിട്ട് ഇപ്പം ഞാനും അതുപോലെ തന്നെ നമ്മുടെ കോട്ടയം കുഞ്ഞച്ചെന്ന് പറഞ്ഞ ജസ്റ്റിൻ ബ്രോയുമായിട്ട് നമ്മളിനിപ്പോൾ ഇവിടെയുള്ള പള്ളിയിൽ, ആ പള്ളിയുടെ പേരുണ്ടായിരുന്നു സെന്റ് ജൂഡ് ചർച്ച്. പള്ളിയുണ്ട്, സ്കൂളും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കുട്ടൂസ് തന്നെ ആണെങ്കിൽ ഫുൾ എയർ പോയിരിക്കണം. കണ്ടോ, പഞ്ചർ ഒട്ടിച്ചെങ്കിലും വാൾ ട്യൂബിൽ നിന്ന് ചെറുതായിട്ട് എയർ കൊണ്ട് അതിൻ്റെയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കുട്ടൂസിനെയൊക്കെ ശരിയാക്കണം. പിന്നെ വന്നിട്ട് നമുക്ക് ഇവിടെ കഴുകാനൊക്കെ സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടൂസിനെയൊക്കെ ഒന്ന് കഴുകി അങ്ങനെ നമ്മളിപ്പോൾ ഉണ്ടല്ലോ പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് ഇപ്പോൾ നമ്മൾ കുട്ടൂസനായിട്ട് ഉന്തി കയറി വരാൻ നേരത്തെ വണ്ടി കണ്ടിട്ട് നിർത്തിയാണ്ടോ. അപ്പോൾ ചേട്ടൻ്റെ പേരെന്തായിരുന്നു? ലൈജു. നാട്ടിലെവിടെയാണ്? കോഴിക്കോട് തന്നെയാണ്. അതുപോലെ തന്നെ സുവിന്ദ് കോഴിക്കോട് തന്നെ. ഞാൻ ദിലീപ് കുമാർ വൈക്കത്തുനിന്ന്, കേരളത്തിൽ വൈക്കത്താണ് മൈക്രോടെക്കിൽ ജോലി. ഓ, അപ്പോൾ കണ്ടതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ ചേട്ടനൊക്കെ നേരത്തെ കണ്ടാണ് ഇങ്ങനെ മുഖപരിചയം കൊണ്ട് നമ്മളിപ്പോൾ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കേട്ടോ പെട്ടെന്ന് ഇവരെ കണ്ടുകൂട്ടി ദൂരോടൊക്കെ നമ്മുടെ യാത്രാ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് വളരെ സന്തോഷമുണ്ട്. ഇതേപോലെയുള്ള ഓരോ ആൾക്കാരെയൊക്കെ കണ്ടിട്ട് നമ്മൾ യാത്ര. അങ്ങനെ നമ്മൾ വീണ്ടും ആ ചേട്ടന്മാരെയൊക്കെ കണ്ട് അവിടെ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ്. നല്ല രസമുണ്ട് വഴികൾ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് മലകളൊക്കെ മിസ് ചെയ്തിട്ട് ഇപ്പോൾ ചെറിയ ചെറിയ മലകളൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. നാളെ മുതലുള്ള ദിവസങ്ങളിൽ ഇതിലും മനോഹരമായിട്ടുള്ള മലകളായിരിക്കുള്ളൂ നമ്മുടെ ഇടയ്ക്ക് കുട്ടൂസനായിട്ട് കയറാനായിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പള്ളിയിലേക്കുള്ള കയറ്റങ്ങൾ കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കുട്ടൂസനെ ഇപ്പോൾ നമ്മുടെ ജസ്റ്റിൻ ബ്രോയാണ് ഉന്തിക്കൊണ്ടിരിക്കണത്. അപ്പോൾ ജസ്റ്റിൻ ബ്രോ പറഞ്ഞ് ഞാനൊന്ന് കുറച്ച് നേരം ഒന്ന് ഉന്തട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഇന്ന് കുട്ടൂസനൊക്കെ മേടിച്ചിട്ട് ഉന്തിപ്പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ കുട്ടൂസനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കുട്ടൂസൻ്റെ ഫാൻസ് ആണെങ്കിൽ ഇപ്പോൾ ഓരോ ദിവസവും കൂടുന്തോറും കൂടി വരുന്നതാണ്. അപ്പോൾ നാട്ടിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ടു അതല്ലാതെ തന്നെ നമ്മളിപ്പോൾ വഴിയിൽ യാത്ര ചെയ്യുമ്പോഴേക്കും കാണുന്ന ആൾക്കാരുകളെല്ലാവരും ഇപ്പോൾ കുട്ടൂസൻ്റെ ഫാൻസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടോ. അങ്ങനെ നമ്മളിപ്പോൾ കയറി പോകുന്ന വഴിയാണ്. നല്ല രസമുണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു കാടിൻ്റെ ആംബിയൻസൊക്കെയാണ്. അതുപോലെ തന്നെ ഇപ്പം മുകളിൽ പള്ളിയും ഉണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ പള്ളിയുടെ പേരെന്ന് സെൻറ്റ് ജൂക്സ് ചർച്ചാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്കൂളും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ സെൻറ്റ് ജൂക്സ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂളും ഇവിടെ ഉണ്ട്. അപ്പോൾ പോകുന്ന വഴിയാണെങ്കിൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. അങ്ങനെ നമ്മളിപ്പോൾ പള്ളിയിലേക്ക് കയറി പോകുന്ന വഴിക്ക് കണ്ട അടുത്തൊരു നല്ല കാഴ്ച ഉണ്ട്. കാഴ്ച എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോകുന്ന വഴി ഫുള്ള് കറിവേപ്പിലേൻ്റെ മരങ്ങളാണ്. ഇപ്പോൾ ഈ കാണുന്ന എല്ലാം കറിവേപ്പാണ്. അതുപോലെ തന്നെ ഇപ്പോൾ
നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഈ വഴി മുകളിലേക്കാണ്. അപ്പോൾ പോകുന്ന ഈ ഭാഗങ്ങളിൽ മൊത്തം കറിവേപ്പാണ്. അപ്പോൾ ഇവിടെ ഇവർ കറിവേപ്പൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ടിട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ആരും എടുക്കാറില്ല. ഇപ്പോൾ നമുക്ക് ഈ വഴി കയറിപ്പോയി കഴിഞ്ഞാൽ തന്നെ കാണാം മുഴുവൻ അങ്ങനെ നമ്മളിപ്പോൾ കുട്ടൂസനായിട്ട് പള്ളീൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും അടുത്ത 2-3 പയ്യന്മാരെ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന്മാർ നമ്മളോട് വന്നിട്ട് അടിപൊളിയായിട്ടാണ് കമ്പനി ആയത്. അപ്പോൾ ഇവന് आपका इंस्टाग्राम में चलाते कौन सा? मेरा नाम है विंद्र भारद्वाज, मेरी आईडी का नाम है। इन भैया को लाइक और सपोर्ट करो, इन भैया के ज़्यादा फॉलोअर्स कराइए, इंस्टाग्राम पे यूट्यूब पे सब्सक्राइब करिए, लाइक करिए। ये भाई ये हमारे दोस्त भी करने जाते हैं कुछ, आप भी कहिए। इनके चैनल को अच्छे से सपोर्ट करना, फॉलो कर देना 1-2 मिलियन के। താങ്ക് യു इनके 1 मिलियन प्लीज कर देना, आपसे विनती करते हैं। താങ്ക് യു. അപ്പോൾ നമ്മൾ ഇപ്പോൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പള്ളിയുടെ ഇപ്പോൾ എൻട്രി ആണിത്. സെൻറ്റ് ലൂക്സ് സ്കൂളും അതുപോലെ തന്നെ സെൻറ്റ് മദർ തെരേസാസ് കാത്തലിക് ചർച്ച് ഉണ്ട്. അപ്പോൾ സെൻറ്റ് ലൂക്സ് ചർച്ച് എന്നാണ്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴേക്കും നമ്മളിവിടുത്തെ സെക്യൂരിറ്റി ചേട്ടനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് കമ്പനി ആയിട്ടുണ്ട്. भाई साहब आपका नाम? वासादेव मिश्रा। हाँ वासादेव मिश्रा। वासुदेव मिश्रा इधर से कौन सा जगह है हिमाचल में? ये हिमाचल बद्दी ബത്തി. ഓ बद्दी। ഓക്കെ. അപ്പോൾ താങ്ക് യു. അപ്പോൾ പള്ളിയുടെ ഇതാണ്ട് പള്ളിയുടെ ഗേറ്റ്. അതുപോലെ इसका स्कूल कितना क्लास में इधर? 10th क्लास। 10th 1 ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു 10th. നഴ്സറി ടു 10th. അപ്പോൾ നഴ്സറി തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള സ്കൂളുണ്ട് ഇവിടെ. ഹൈസ്കൂളാണ്. ധാരാളം മണിയൊക്കെ കിട്ടി തന്നേക്കാം ഞങ്ങൾക്ക്. ധാരാളം മണിയൊക്കെ കിട്ടി തന്നേക്കാം. അങ്ങനെ നമ്മൾ തിരിച്ച് പള്ളിയിൽ നിന്ന് ഇപ്പൊ പള്ളിയിൽ കുർബാനയൊക്കെ കിടക്കണോണ്ട് ക്രിസ്മസിന് മുമ്പത്തെ കുമ്പസാരമൊക്കെ കിടക്കണേണ്. അപ്പൊ നമുക്കിപ്പോ നമ്മളിപ്പോ അവിടെയൊക്കെ കറങ്ങിയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വന്നിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ പോയപ്പോ കണ്ട പയ്യന്മാരാണ് ഇപ്പൊ ബുക്കൊക്കെ എടുത്തിട്ട് വന്ന് തന്നിട്ട് നമ്മുടെ ഓട്ടോഗ്രാഫർ भैया कॉपी में भी दे दो। इधर कॉपी का पेज फाड़ के दे दो। कॉपी का मेरी यार थप्पड़ मार दूंगा। यहाँ पे दे दो। कौन सा? अपना ऑटोग्राफ ये वहाँ ये हाथ पे मिट जाएगा ना फिर। तो गाइस ये है मेरी सपना बचपन का किसी यूट्यूबर से। भाई ये देखो अब इन भैया की आईडी भी ले ली है हमने। हाँ आपका आईडी कौन तो सा? अब मेरा रुक जाओ, अभी मेरा मिल ही नहीं रहा। ये मेरा फोन है, आप देख सकते हो गाइस, ये मेरा फोन है। मैंने भैया की आईडी भी ले लिया। तो हेलो गाइस, कैसे सभी लोग? मेरे भैया का कैमरा भी पकड़ा हुआ है। तो आप देख सकते हो यहाँ पे ये थे भैया। ये देखिए इस भैया को, ये देखिए भैया आए हैं, वो खड़ी है देखिए। मैं आपसे बात करना चाहता हूँ अपने दिल से। इन भैया को जितना आप सपोर्ट कर सकते उतना करिए। मैं आपको बोलता हूँ जितना आप सपोर्ट करोगे उतना ही। ये देखिए मेरे बचपन का सपना है ये किसी यूट्यूबर से लेना। ये देखिए सारे टाइटस्ट है।
ये भैया की साइकिल। आप सपोर्ट करना ज़्यादातर भैया, ये देखिए भैया को मेरी साइकिल चला रहे हैं। तो ये भैया की, आप इनको सपोर्ट करिए। तो अब मैं भैया के पास कैमरा पकड़ा रहा हूँ, ये ले लो, ये देखो भैया को, देखो भैया को, देखो। അങ്ങനെ നമ്മളിപ്പോൾ ഈ കാണുന്ന കടയിൽ, അതായത് നമ്മൾ പള്ളിയിലേക്ക് പോകുന്ന മുമ്പ്, ഇപ്പോൾ പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ്ട്, ആ വഴിയാണ് കയറി പോകുന്നത്. അപ്പോൾ പള്ളിയിലേക്ക് പോകുന്ന മുമ്പ് നമ്മളിവിടെ ചായ കുടിക്കാനൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. ചായയൊക്കെ കുടിച്ച് അതുപോലെ തന്നെ സ്വീറ്റ്സൊക്കെ ഉള്ള കടയാണ്. അപ്പോൾ സ്വീറ്റ്സൊക്കെ തന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസയൊന്നും മേടിച്ചിട്ടുണ്ടായില്ല. നമ്മൾ നിർബന്ധിച്ച് പൈസ കൊടുത്തിട്ട് അങ്ങനെ പൈസ ഒന്നും മേടിച്ചില്ല. നമ്മളോട് യാത്രയുടെ കാര്യങ്ങൾ അത് വളരെ അടിപൊളിയായിരുന്നു. അപ്പോൾ പൈസ ആപ്കാനാം? मेरा नाम विकास सिंह है। विकास सिंह। അതുപോലെ തന്നെ आपने वहाँ से आए हो? केरला से आए। केरला में कौन सा? एर्नाकुलम। एर्नाकुलम, कोच्चि। एर्नाकुलम से मैं गया हूँ एर्नाकुलम एक बार। किधर? एर्नाकुलम में ही गया हूँ, एर्नाकुलम में रेलवे स्टेशन। हाँ, उधर मेरा एक मतलब होटल था। ओ मेरा घर उधर ही है। अच्छा, एर्नाकुलम प्रॉपर एर्नाकुलम है। ओके बढ़िया भाई। അതുപോലെ തന്നെ അടുത്ത പൈസ ആപ്കാ നാം? സുന്ദർ. അതുപോലെ തന്നെ ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ ഓണർ, ഓ ദുക്കാൻ കാ ഓണർ ആപ്കാ നാം? രാജു. അവ നേരത്തെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ട് നമ്മൾ സ്വീറ്റ്സൊക്കെ കഴിച്ചിട്ട് ഈ പൈസ വേണ്ട നമ്മളോട് പൈസ ഒന്നും മേടിച്ചില്ല. എന്നിട്ട് നമ്മൾ വീണ്ടും പള്ളിയിലേക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും ചുമ്മാ ഒന്ന് കയറി. അതുപോലെ തന്നെ പൈസ ആപ്കാ? രാജസ്ഥാൻ. ഓ അച്ഛാ, ഓ രാജസ്ഥാൻ മേ പോലെ രാജസ്ഥാൻ. അവർ ഭായി സാഹിബിൻ്റെ പേര് അടിപൊളിയാണ്, രാജസ്ഥാൻ എന്നൊക്കെയാണ്. അപ്പോൾ ഇതൊരു ഇസ്കാ സ്വീറ്റ്സ് ദുക്കാനാണ്, സ്വീറ്റ്സ് ആൻഡ് ആ. അപ്പോൾ അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് വീണ്ടും സംസാരിച്ച് വെച്ചിട്ട് ഇപ്പോൾ വീണ്ടും നമുക്ക് ചായയൊക്കെ തന്ന്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നേരത്തെ ഉണ്ടായ അടുത്ത പൈസ ആപ്കാ നാം? मेरा नाम हेमराज. इधर से ബത്തി, രാജസ്ഥാൻ. ഓ രാജസ്ഥാനിലാണ്ടോ. അപ്പോൾ വളരെ അടിപൊളിയാണ്. അതുപോലെ തന്നെ ഈ പൈസ ആണെങ്കിൽ ഹിമാചൽ. ഓ താങ്ക് യു भाई साहब. अब जाके उधर एक आदमी देख के आएगा भाई. हाँ वापस आएगा भाई. അങ്ങനെ നമ്മൾ തിരിച്ച് മലയാളി ചേട്ടന്മാരുടെ മൂൺലൈറ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് എത്തിക്കഴിഞ്ഞപ്പോഴുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടുത്തെ പാർട്ടി ഹോളാണിത്.